ഹരേ കൃഷ്ണ ഹരേ ഹരേ. കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. ഞാൻ ശ്രീജേഷ് നാരായണൻ. നമ്മളുടെ വീടുകളിൽ പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി, അതായത് ബാധ അല്ലെങ്കിൽ പൊട്ടയായിട്ടുള്ള ശക്തികൾ, അതിനെയാണ് നമ്മൾ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത്, അല്ലേ? എന്നാൽ ദേവന്മാർ, ഋഷിമാർ, അതിനൊക്കെ നമ്മൾ പോസിറ്റീവ് എനർജി എന്നാണ് പറയുക, അല്ലേ? അപ്പോൾ നമ്മുടെ വീട്ടിൽ നല്ല എനർജി ഉണ്ടാവാൻ എന്ത് ചെയ്യണം നമ്മൾ? എവിടെയാണോ ഗീതാപ്രവർത്തനങ്ങൾ, അവിടെ എല്ലാ ദേവന്മാരും, മുനികളും, ഗോപന്മാരും, ഗോപികമാരും, നാരദര്, ഉദ്ധവർ തുടങ്ങിയിട്ടുള്ള പാർഷദന്മാരോട് കൂടിയിട്ട് എല്ലാ ദേവന്മാരുടെയും അനുഗ്രഹം ഉണ്ടാവുന്ന ഭഗവത്ഗീത പഠിച്ചാൽ, ചൊല്ലിയാൽ. അതായത് എവിടെയാണോ ഗീതാവിചാരണം ചെയ്യുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത്, അവിടെ ഞാൻ, അതായത് ഈശ്വരൻ, ഉറപ്പായ വാസസ്ഥാനമാക്കിക്കൊണ്ട് എപ്പോഴും അധിവസിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകമുണ്ട്. ഗീതാമാഹാത്മ്യത്തിൽ 5-ാമത്തെ ശ്ലോകം അതാണ്. ഒന്ന് ചൊല്ലിത്തരാം കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോളൂ. അപ്പം അതുകൊണ്ട് ഗ്രന്ഥം വീട്ടിലുണ്ടാകുകയും നമ്മൾ പഠിക്കുകയും ചെയ്യുമ്പോൾ, അപ്പോൾ ദുഷ്ടശക്തികളല്ല അവിടെ ഉണ്ടാവുക. എന്താ ഉണ്ടാവുക? സർവേ ദേവാശ്ചർഷയോ, സർവേ ദേവാശ്ചർഷയോ യോഗിനഃ പന്നഗാശ്ചയേ ഗോപാലാ ഗോപികാവാപി നാരദോദ്ധവ പാർഷദൈഃ സഹായോ ജായത്തെ ശീഘ്രം യത്ര ഗീതാ പ്രവർത്തതേ. അതിൻ്റെ അർത്ഥം പറയട്ടെ. യത്ര, യാതൊരിടത്ത്, ഗീതാ പ്രവർത്തതേ, ഗീതാപാരായണം നടക്കുന്നുവോ, തത്ര, അവിടെ, സർവേ ദേവാഹ, എല്ലാ ദേവന്മാരും, ഋഷയഃ ച, ഋഷിമാരും, യോഗിനഃ, യോഗിമാരും, യേ പന്നഗാശ്ച, പന്നകന്മാരും, ഗോപാലാഹ, ഗോപാലന്മാരും, ഗോപികാഹ വാപി, ഗോപികമാർ കൂടിയും, മാത്രമല്ല നാരദോദ്ധവ പാർഷദൈഃ, നാരദര്, ഉദ്ധവര് തുടങ്ങിയ പാർഷദന്മാർ കൂടിയും, ശീഘ്രം, വേഗത്തിൽ, സഹായ ജായത്തെ, സഹായമായി ഉണ്ടാകുന്നു എന്നർത്ഥം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയിട്ട് പോസിറ്റീവ് എനർജി നിലനിൽക്കുന്നതിന് ഭഗവത്ഗീത നിത്യവും പാരായണം ചെയ്താൽ എല്ലാ ദേവന്മാരുടെയും സാന്നിധ്യം അവിടെ ഉണ്ടാവുന്നു. സർവേ ദേവാശ്ചർഷയോ, എല്ലാ ദേവന്മാരും ഋഷിമാരുടെയും അനുഗ്രഹം ഉണ്ടാവും. യോഗിനഃ പന്നഗാശ്ചയേ, യോഗിമാർ, പന്നകങ്ങൾ, നാഗങ്ങൾ, ഗോപാല, ഗോപാലന്മാർ, ഗോപികാവാപി, ഗോപികമാർ, നാരദോദ്ധവ പാർഷദൈഃ, നാരദവർ, ഉദ്ധവർ, സഹായോ ജായതേ ശീഘ്രം, അവർ വേഗം തന്നെ, പതുക്കല്ല, ശീഘ്രം, വേഗം തന്നെ നമ്മളെ സഹായിക്കാൻ എത്തുമെന്നാണ് പറയണത്. യത്ര ഗീതാ പ്രവർത്തതേ, എവിടെ ഗീത പഠിക്കുന്നു അവിടെ സർവ്വദേവന്മാരുടെ അനുഗ്രഹം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇനി ചൊല്ലുന്നതായിട്ടുള്ള, ഇതിപ്പോൾ ഗീതാ മാഹാത്മ്യമാണ് നമ്മളിപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഓരോ അധ്യായങ്ങളും നമ്മൾ ഇതുപോലെ ചെല്ലാനാണ്, പാരായണം ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് അപ്പോഴപ്പോൾ നമ്മളുടെ കയ്യിലേക്ക്, നിങ്ങളിലേക്ക് അപ്പോൾ എത്തുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക, ബെല്ലൈക്കണൊക്കെ ചെയ്തു വയ്ക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ഇവിടെ ഓരോ ദിവസവും ഓരോ ശ്ലോകങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്കിത് നോട്ടിഫിക്കേഷനായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഭഗവത്ഗീത പഠിക്കുക, മനസ്സിലാക്കുക. ഭഗവാന്റെ വാക്കുകളാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 കൃഷ്ണ